Hi my dear children, welcome to the next topic. When partner retires in the middle of the year. അതായത് ഒരു അക്കൗണ്ടിങ് ഇയറിൻ്റെ ഇടയ്ക്ക് വെച്ചാണ് പാർട്ട്ണർ റിട്ടയർ ആയി പോകുന്നതെങ്കിൽ എങ്ങനെ അക്കൗണ്ടിൽ ട്രീറ്റ് ചെയ്യുമെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കുക, നോർമലി റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ട്ണർ ടേക്സ് പ്ലേസ് അറ്റ് ദ എൻഡ് ഓഫ് അക്കൗണ്ടിങ് പീരിയഡ്. സാധാരണയായിട്ട് ഒരു പാർട്ട്ണറിൻ്റെ റിട്ടയർമെൻറ്റ് നടക്കുന്നത് ഒരു അക്കൗണ്ടിങ് പീരിയഡിൻ്റെ അവസാനമാണ് അല്ലേ. നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത പ്രോബ്ലത്തിലെല്ലാം പാർട്ട്ണർ റിട്ടയർ ചെയ്യുന്ന ഡേറ്റ് എന്നായിരുന്നു? ആ അക്കൗണ്ടിങ് ഇയറിൻ്റെ അവസാനം വെച്ചിട്ടായിരുന്നു. ബട്ട് ദർ ക്യാൻ ബി എ കേസ് വേറെ പാർട്ട്ണർ ഡിസൈഡ്സ് ടു റിട്ടയർ ഇൻ ദ മിഡിൽ ഓഫ് ദ ഇയർ. പക്ഷേ ഇങ്ങനെയും സാഹചര്യങ്ങൾ ഉണ്ടാകാം. ഒരു പാർട്ട്ണർ അക്കൗണ്ടിങ് ഇയറിൻ്റെ ഇടയ്ക്ക് വെച്ച്, അതായത് അക്കൗണ്ടിങ് ഇയർ എൻഡ് ചെയ്ത ശേഷം കുറച്ച് നാൾ കൂടി തുടർന്ന് അതിന് ശേഷമായിരിക്കും റിട്ടയർ ചെയ്യുന്നത്. ഇൻ സച്ച് എ കേസ് ദ ക്ലെയിം ഷാൽ ഇൻക്ലൂഡ് share of profit or loss, interest on capital, interest on drawings if any, from the date of last balance sheet to the date of retirement. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ പാർട്ട്ണർക്ക് ലാസ്റ്റ് ബാലൻസ് ഷീറ്റിൻ്റെ ഡേറ്റ് കഴിഞ്ഞ ശേഷമുള്ള പ്രോഫിറ്റിൻ്റെ അല്ലെങ്കിൽ ലോസിൻ്റെ ഷെയർ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഇതെല്ലാം ആ റിട്ടയർ ചെയ്ത് പോകുന്ന ആൾക്ക് അവകാശപ്പെട്ടതാണ് അല്ലേ. അതായത് അക്കൗണ്ടിങ് ഇയർ എൻഡ് ചെയ്ത് കുറച്ച് മാസങ്ങളും കൂടി കഴിഞ്ഞാണ് അദ്ദേഹം റിട്ടയർ ചെയ്ത് പോയത്. അതുകൊണ്ട് ആ ഇയർ അക്കൗണ്ടിങ് ഇയർ എൻഡ് ചെയ്ത ശേഷം എത്ര മാസം കൂടി ഉണ്ടായിരുന്നോ അത്രയും നാളത്തെ ലാഭം അല്ലെങ്കിൽ നഷ്ടത്തിൻ്റെ ഷെയർ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഇതെല്ലാം ആ പാർട്ട്ണർക്ക് അവകാശപ്പെട്ടതാണ്. അത് ക്ലെയിം ചെയ്യാം. ഹിയർ ദ മെയിൻ പ്രോബ്ലം റിലേറ്റ്സ് ടു ദ കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ഫോർ ദ ഇൻ്റർവീനിങ് പീരിയഡ്, ദാറ്റ് ഈസ് ദ പീരിയഡ് ഫ്രം ദ ഡേറ്റ് ഓഫ് ലാസ്റ്റ് ബാലൻസ് ഷീറ്റ് ആൻഡ് ദ ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ്. ഈ ഒരു സാഹചര്യത്തിൽ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഈ ഇടക്കാലത്തുള്ള, അതായത് ലാസ്റ്റ് അക്കൗണ്ടിങ് ഇയറിന് ശേഷമുള്ള പിന്നെ വരുന്ന ആ പീരീഡ് എത്ര നാളുണ്ടോ, അതായത് പീരീഡ് ഫ്രം ദ ഡേറ്റ് ഓഫ് ലാസ്റ്റ് ബാലൻസ് ഷീറ്റ് ഡേറ്റ് തൊട്ട് ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ് വരെയുള്ള പീരീഡ്, ആ പീരീഡിനാണ് എന്തെന്ന് പറയുന്നത് ഇൻ്റർവെയിനിങ് പീരീഡ്, ഇടക്കാല കാലയളവ് എന്ന് പറയാം. അപ്പോൾ ആ ഒരു കാലയളവിലെ പ്രോഫിറ്റ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അതാണ് മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത്. ലെറ്റ് us അണ്ടർസ്റ്റാൻഡ് ബൈ വേ ഓഫ് ഇത് നമ്മൾക്കൊരു എക്സാമ്പിൾ വഴി മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് വേഗം ഒന്ന് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. അതിൻ്റെ ജേർണൽ എൻട്രി അടുത്ത പേജിലാണ് പറയുന്നത്. അത് നമുക്ക് പ്രോബ്ലം ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ആ കൂടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ഇതിനെ പല മെത്തേഡിൽ കാൽക്കുലേറ്റ് ചെയ്യാം. അതിൽ കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ബേസ്ഡ് ഓൺ ടൈം ആണ് ആദ്യത്തെ പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ടൈം ബേസ് ചെയ്ത് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. ഫസ്റ്റ് കേസ് നോക്കുക. മരിയ, വിപുൽ ആൻഡ് ഷബ്നം. ഇവിടെ ഷബ്നം നാണത്തിൻ്റെ പേരാണ് രണ്ടാമത് കൊടുത്തിരിക്കുന്നത്. അത് വെട്ടിയിട്ട് ഷബ്നത്തിൻ്റെ പേര് അവസാനമാക്കുക കേട്ടോ. വിപുലിനെ നടുക്കിടുക. കാരണം ഈ പ്രോബ്ലം സോൾവ് ചെയ്തിരിക്കുന്നത് മുഴുവൻ വിപുലിനെ നടുക്ക് വെച്ചിട്ടാണ് ട്രീറ്റ്. വിപുലിൻ്റെ ഷെയർ നടുക്ക് തന്നിരിക്കുന്നതായിട്ട് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് വേർ പാർട്ട്നേഴ്സ് ഇൻ ദ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ് ഇൻ ദ റേഷ്യോ 5:4:1. Profit for the year ending on March 31st, 2019 was ₹1 lakh. ഇപ്പോൾ അവരുടെ 3 പേരുടെയും ഓൾഡ് റേഷ്യോ ആണ് 5:4:1. അതിനെ ഞാൻ ഇങ്ങനെ എഴുതി ഫ്രാക്ഷനായിട്ട് 5/10, 4/10, 1/10. ഇനി അതിൻ്റെ അകത്ത് വിപുൽ ഡിസൈഡ്സ് ടു റിട്ടയർ ഓൺ June 30, 2019. ഇതിലാരാ റിട്ടയർ ചെയ്യുന്നത്? വിപുലാണ് റിട്ടയർ ചെയ്യാൻ തീരുമാനിക്കുന്നത്. റിട്ടയർ ചെയ്യുന്ന ഡേറ്റ് കണ്ടോ എന്നാണ്? June 30th ആണ്. 2019 30-നാണ് അല്ലേ. June 30-നാണ്. അക്കൗണ്ടിങ് ഇയർ എന്ന് എൻഡ് ചെയ്തു? 31/3/2019 എൻഡ് ചെയ്തു. പക്ഷേ അന്ന് റിട്ടയർ ചെയ്തിട്ടില്ല. റിട്ടയർ ചെയ്യുന്ന ഡേറ്റ് 30/6/2019. അതായത് ലാസ്റ്റ് ബാലൻസ് ഷീറ്റ് ഡേറ്റ് കഴിഞ്ഞ് ഒരു 3 മാസവും കൂടി വിപുൽ ആ ഫേമിൽ വർക്ക് ചെയ്തു. ഇനി ദ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഓഫ് ദ ഫേം ഈസ്, ന്യൂ റേഷ്യോ എന്ന് പറയുന്നത് 1:1 ആണ്. വിപുൽ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഫോർ ദ പീരിയഡ് ഫ്രം April 1st to June 30, 2019 ഷാൽ ബി കാൽക്കുലേറ്റഡ് ആസ്. ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്? വിപുലിന് കൊടുക്കാനുള്ള ഷെയർ ഓഫ് പ്രോഫിറ്റ്, അതായത് 31/3/19 തൊട്ട് 30/6 3 മാസത്തെ കൂടി അയാൾ ആ ഫേമിൽ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അത്രയും കാലയളവിലെ ഷെയർ ഓഫ് പ്രോഫിറ്റിൻ്റെ അത്രയും നാളത്തെ പ്രോഫിറ്റിൻ്റെ പങ്കും കൂടി വിപുലിന് കൊടുത്തു വിടണം. അതാണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ നമ്മുടെ 31 മാർച്ച് 2019 പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ചോദ്യത്തിൽ എത്രയാണ്? 1 lakh ആണ് അല്ലേ. അപ്പം ടോട്ടൽ പ്രോഫിറ്റ് ഫോർ ദി ഇയർ എൻഡിങ് 31 മാർച്ച് 2019 rupees 1 lakh. ഇനി ഇതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വിപുൽ ഷെയർ ഓഫ് പ്രോഫിറ്റ് ആണ്. വിപുലിൻ്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ് ആണ്. എങ്ങനെയാണ് കാണുന്നത്? ഒരു രീതി എന്ന് പറയുന്നത് ഈ കൊടുത്തിരിക്കുന്നതാണ്. അതുകൂടാതെ ഒരു മെത്തേഡും കൂടെ ഞാനിവിടെ പറഞ്ഞു തരാം. ആദ്യം നമുക്കിത് നോക്കാം. വിപുലിൻ്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ ടോട്ടൽ പ്രോഫിറ്റ് ഇൻറ്റു പ്രിസീഡിങ് ഇയേഴ്സ് പ്രൊപ്പോർഷനേറ്റ് പീരീഡ് ഇൻറ്റു ഷെയർ ഓഫ് റിട്ടയർഡ് പാർട്ണർ, അതായത് ഷെയർ ഓഫ് വിപുല്. അപ്പോൾ ഇവിടെ ടോട്ടൽ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. പ്രിസീഡിങ് ഇയേഴ്സ് പ്രൊപ്പോർഷനേറ്റ് പീരീഡ് എന്ന് പറയുമ്പോൾ ഇതേ കഴിഞ്ഞ വർഷം ഈ 1 lakh തന്നെയാണ് നമ്മൾ ഇപ്പോഴും ഈ വർഷവും പ്രോഫിറ്റ് എന്നുള്ള അസംഷനിൽ പ്രൊപ്പോർഷനേറ്റ് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് 3 വർഷം, ഈ 1 ലക്ഷം രൂപ കഴിഞ്ഞ വർഷം കിട്ടി, ആ ഒരു കാലയളവിൽ അതിന് 3 വർഷത്തെ 3 വർഷമാണ് 3 മാസമാണല്ലോ ഉണ്ടായിരുന്നത്. അതിനുശേഷം അത് ഇൻറ്റു റിട്ടയറിംഗ് പാർട്ണറുടെ ഷെയർ. അപ്പോൾ 1 lakh ഇൻറ്റു എത്ര മാസമായിരുന്നു ഉണ്ടായിരുന്നത്? ലാസ്റ്റ് ബാലൻസ് ഷീറ്റ് ഡേറ്റിന് ശേഷം 3/12 അല്ലേ. അപ്പോൾ അതേ ഇൻറ്റു 3/12 ഇൻറ്റു വിപുലിൻ്റെ ഷെയർ എത്രയാണ്? 4/10. അപ്പോൾ എത്രയാണ് വരുന്നത്? 10,000 വരും. അപ്പോൾ ഒരു മെത്തേഡ് അത് വിപുലിൻ്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ് 10,000 ആണ്. പിന്നെ അത് എഴുതുന്ന എൻട്രി ആണ്. അതായത് ഇങ്ങനെ കണ്ടെത്തുന്ന ഇത് P&L പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. വിപുലിന് കൊടുക്കാനുള്ളതല്ല. അപ്പോൾ അതുകൊണ്ട് വിപുലിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റും ചെയ്യണം. അപ്പോൾ ഏതെങ്ങനെയാണ് എൻട്രി വരുന്നത്? P&L സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റ് 10,000 ടു വിപുൽസ് ക്യാപിറ്റൽ അക്കൗണ്ട് 10,000. ഇവിടെ എഴുതരുത്, ഇവിടെ വേണം എഴുതാനായിട്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇക്വേഷനകത്ത് ടോട്ടൽ പ്രോഫിറ്റ് ഇൻറ്റു എന്നും കൂടി എഴുതി ചേർക്കണം. അത് ഇവിടെ കൊടുത്തിട്ടില്ല കേട്ടോ. ഇനി വേറൊരു രീതി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. വേറെ രീതിയിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് പ്രോഫിറ്റ് ഫോർ 3 months ഓഫ് കറണ്ട് അക്കൗണ്ടിങ് ഇയർ വിൽ ബി, അതായത് ഇപ്പോൾ 1 ലക്ഷം രൂപയാണ് പ്രോഫിറ്റ് കിട്ടുന്നതെങ്കിൽ ഈ കറണ്ട് അക്കൗണ്ടിങ് പീരീഡിൽ, അതായത് ഈ 3 മാസത്തെ നമ്മളങ്ങ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ 1 ലക്ഷത്തിൽ നിന്ന് 3 മാസത്തെ പ്രോഫിറ്റ് നമ്മൾ കണ്ടെത്തുകയാണ്. അപ്പോൾ 1 lakh ഇൻറ്റു 3/12 എന്ന് പറയുന്നത് എത്രയാണ്? 25,000. മനസ്സിലായില്ലേ? അപ്പോൾ 1 ലക്ഷം രൂപയാണ് ഒരു വർഷത്തെ പ്രോഫിറ്റ് എങ്കിൽ അതിൽ നിന്ന് 3 മാസത്തെ ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കാമല്ലോ. എത്രയാണ്? 25,000. ഇനി അതിൽ നിന്ന് എന്ത് ചെയ്താൽ മതി? റിട്ടയറിംഗ് പാർട്ട്നേഴ്സിൻ്റെ ഷെയർ എത്രയാണ്? വിപുലിൻ്റെ ഷെയർ 4/10 ആണ്. ആ 25,000 എന്നത് 3 പേർക്കും കൂടിയുള്ള. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് കണ്ടെത്തണം? വിപുലിൻ്റെ ഷെയർ കണ്ടെത്താൻ അതേ ഇൻറ്റു 4/10 എത്രയാണ്? 10,000 കേട്ടോ. അപ്പോൾ ഏതാണ് കൂടുതൽ മനസ്സിലാക്കിയത്? രണ്ടും ഒരേ കാര്യം തന്നെയാണ്, ഒരു വ്യത്യസ്തമായ രീതിയിൽ പറഞ്ഞെന്ന് മാത്രം. അപ്പം ആദ്യം ഇവിടെ ചെയ്തിരിക്കുന്നത് കറണ്ട് അക്കൗണ്ടിങ് ഇയറിലെ 3 മാസത്തെ പ്രോഫിറ്റ് മാത്രമായിട്ട് കണ്ടുപിടിച്ചു. അതിൻ്റെ റിട്ടയർ ചെയ്ത ആളുടെ ഷെയറിൻ്റെ പ്രോഫിറ്റാണ് ഇവിടെ കണ്ടുവച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത്. ഇനി അടുത്തത് വിപുൽസ് ഷെയർ ഓഫ് ഇതിൻ്റെ നരേഷനാണ്. വിപുൽസ് ഇവിടെ പേര് മാറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ വിപുൽ എന്ന് കൊടുക്കണം. ഇത് എൻട്രിയുടെ നരേഷനാണ് കേട്ടോ. വിപുൽസ് ഷെയർ ഓഫ് പ്രോഫിറ്റ് ട്രാൻസ്ഫർഡ് ടു ഹിസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനി അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ ബേസ്ഡ് ഓൺ ടൈമാണ് ചെയ്തത്. കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ബേസ്ഡ് ഓൺ ടൈമാണ് നമ്മൾ ചെയ്തത്. ഇനി അടുത്തതെന്ന് പറയുന്നത് കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ഓൺ ദി ബേസിസ് ഓഫ് ആവറേജ് പ്രോഫിറ്റ് ആണ്. ആവറേജ് പ്രോഫിറ്റ് ബേസ് ചെയ്താണ്. അപ്പോൾ നമുക്ക് ചോദ്യത്തിനകത്ത് 2-3 വർഷത്തെ ആവറേജ് പ്രോഫിറ്റ് തന്നിട്ടുണ്ടാവും. അത് ബേസ് ചെയ്ത് എങ്ങനെ നമുക്ക് ഈ റിട്ടയറിംഗ് പാർട്ണറുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാമെന്നാണ് പറയുന്നത്. നോക്കിക്കേ, ഈ ഇത് തന്നെയാണ് ബേസിക് ഇൻഫോർമേഷൻ. ഇത് തന്നെയാണ്, കുറച്ച് അഡീഷണൽ ഇൻഫോർമേഷനോട് തന്നിരിക്കുന്നതെന്ന് മാത്രം നോക്കാം. People's share of profit was to be calculated on the basis of average profit of the last 3 years, to which were rupees 1,36,000 for 2016-17, 1,54,000 for 17-18 and rupees 1 lakh for 18-19. അതായത് 3 വർഷത്തെ ആവറേജ് പ്രോഫിറ്റാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇനി വിപുൽസ് ഷെയർ ഓഫ് പ്രോഫിറ്റ് ഫോർ ദ പീരീഡ് ഫ്രം April 1 എന്നാക്കണം കേട്ടോ. ഇവിടെ വേറെ കിടക്കുന്ന April 1 തൊട്ടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫ്രം April 1, 2019 to June 30,
2019 shall be calculated on the basis of average profit based on profit for the last year calculation. ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നതാണ്? നമുക്ക് 3 വർഷത്തെ ആവറേജ് പ്രോഫിറ്റ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ വിപുല ലാസ്റ്റ് ബാലൻസ് ഷീറ്റിന് ശേഷം 3 month ആണ് അവിടെ ഉണ്ടായിരുന്നത്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് വിപുലിൻ്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇവിടെ ആവറേജ് പ്രോഫിറ്റ് 3 വർഷത്തെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. അതിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാം അല്ലേ? 3 വർഷത്തെ പ്രോഫിറ്റാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതിവിടെ കിടക്കുന്നുണ്ട്. അതായത് എത്രയാണ്? 1,36,000 പ്ലസ് 1,54,000 പ്ലസ് 1 lakh ഡിവൈഡഡ് ബൈ 3. അപ്പം ആവറേജ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. ഇവിടെ 3 വർഷത്തെയല്ലേ തന്നേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ഡിവൈഡഡ് ബൈ 3. അപ്പോൾ എത്ര വരും? 3,90,000 ഡിവൈഡഡ് ബൈ 3 ഈക്വൽ ടു 1,30,000. അപ്പം 3 വർഷത്തെ ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 1,30,000 ആണ്. ഇനി അങ്ങനെയാണെങ്കിൽ ഈ ആവറേജ് പ്രോഫിറ്റ് ഫോർ 3 month കാൽക്കുലേറ്റ് ചെയ്യാം നമുക്ക്. ഇനി നമുക്ക് റിട്ടയർ ചെയ്ത് പോയ ആൾ 3 മാസം കൂടിയല്ലേ ലാസ്റ്റ് അക്കൗണ്ടിങ് ബാലൻസ് ഷീറ്റ് ഡേറ്റ് കഴിഞ്ഞിട്ട് വർക്ക് ചെയ്തതാ. അപ്പോൾ ഈ 3 മാസത്തെ ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഇതല്ലേ ആവറേജ് പ്രോഫിറ്റ്, അത് ഇൻറ്റു 3/12 3 മാസത്തെ എടുക്കുകയാണ്. അപ്പോൾ എത്രയാണ്? 32,500 എന്ന് കിട്ടും. 32,500. ഇനി ഇത് കിട്ടിയാൽ പിന്നെ ഇതിൽ നിന്ന് ആരുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാം? വിപുലിൻ്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ ഇവിടെ വിപുലിൻ്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ് എത്രയാണ്? നമ്മളിവിടെ കണ്ടതാണ്. എത്രയാണ്? 4/10 ആണ്. അപ്പം 32,500 ഇൻറ്റു 4/10. അപ്പോൾ എത്ര വരും? 30,000 എന്ന് വരും. ഇതിൻ്റെ അകത്തൊക്കെ കാൽക്കുലേഷൻ തെറ്റുണ്ട്. അത് കറക്റ്റ് ചെയ്ത് ഈ രീതിയിൽ ആക്കി എഴുതണം കേട്ടോ. 30,000 എന്ന് വരും. അപ്പോൾ ഇനി ജേർണൽ എൻട്രി എന്ന് പറയുന്നത് എങ്ങനെയാണ്? P&L മറ്റേ നേരത്തെ പോലെ തന്നെ P&L സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റ 13,000 ടു വിപുൽസ് ക്യാപിറ്റൽ അക്കൗണ്ട് 30,000. ഇനി ഒരു മെത്തേഡും കൂടിയുണ്ട്. അത് കാൽക്കുലേഷൻ ഓൺ ദി ബേസിസ് ഓഫ് ടേൺ ഓവർ ഓർ സെയിൽസ്. ഇപ്പോൾ നമുക്ക് ചോദ്യത്തിൽ ടേൺ ഓവർ അല്ലെങ്കിൽ സെയിൽസ് ആയിരിക്കും തന്നിരിക്കുന്നത്. അതിനെ ബേസ് ചെയ്ത് റിട്ടയർ ചെയ്ത് പോകുന്ന ആളുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിരിക്കും നമ്മോട് പറയുന്നത്. നോക്കാം. In case the agreement provides the share of profit of the retiring partner will be worked out on the basis of sales, and it is specified that the sales during the year 2018-19 were rupees 8 lakh and the sales from April 1st 2017 to June 30th 2019 were rupees 1,50,000. Vipul's share of profit for the period from 1st April 2019 shall be calculated as follows. അതായത് ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? സെയിൽസ് ഡ്യൂറിങ് ഡേ 2018-19 സെയിൽസ് എത്രയാണ്? 8 lakh ആണ് അല്ലേ? 8 ലക്ഷമാണ്. ഇനി ഏപ്രിൽ 1, 2017 തൊട്ട് ജൂൺ 30, 2019 വരെയുള്ള സെയിൽസ് 1,50,000 ആണ്. അപ്പോൾ നമ്മളോട് വിപുലിൻ്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നു. അതായത് ഏപ്രിൽ 1 തൊട്ട് ജൂൺ വരെയുള്ള ആ 3 മാസത്തെ ഷെയർ ഓഫ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം നോക്കിക്കേ, ഇവിടെ പ്രോഫിറ്റ് ഡ്യൂറിങ് ദ ഇയർ എന്ന് പറയുന്നത് 1 lakh ആണ് അല്ലേ? ഇനി ദ സെയിൽ ഈസ് rupees 8 lakh പ്രോഫിറ്റ്. അതായത് 8 ലക്ഷം രൂപയുടെ സെയിൽ നടക്കുമ്പോൾ 8 ലക്ഷം രൂപയുടെ സെയിൽ നടക്കുമ്പോൾ കണ്ട 2018-19 സെയിൽ 8 ലക്ഷമായിരുന്നു. ആ ഒരു സമയത്ത് കിട്ടിയ പ്രോഫിറ്റ് എന്ന് പറയുന്നത് കണ്ടോ? വിപുൽ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഫോർ ദ പീരീഡ് ഫ്രം ഏപ്രിൽ 2019 എന്ന് പറയുന്നത് എത്രയാണ്? 1 ലക്ഷം രൂപയാണ് അല്ലേ? വിപുൽസ് ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 1 lakh ആണ്. അതായത് ടോട്ടൽ പ്രോഫിറ്റ് ഡ്യൂറിങ് ദ 2018-2019 അതെവിടെ നിന്നാണ് കിട്ടിയെന്നറിയാവോ? അത് ഇവിടെ ക്വസ്റ്റ്യൻ്റെ ആദ്യത്തെ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. നോക്കിക്കേ, ടോട്ടൽ പ്രോഫിറ്റ് എവിടെ നിന്നാണ്? ഇത് അതിൻ്റെ ബേസിക് കാര്യങ്ങൾ എവിടെയാണെന്ന് പറഞ്ഞല്ലോ. വിപുൽസ് ഇവിടെ നോക്കിക്കോളാം. പ്രോഫിറ്റ് ഫോർ ദ ഇയർ എൻഡിങ് ഓൺ 31st March 2019 ആ വർഷത്തെ പ്രോഫിറ്റ് എത്രയാണ്? 1 lakh ആണ് കേട്ടോ. ഇവിടെ നിന്നാണ് 1 lakh എന്ന് നമ്മൾ അനുമാനിച്ചേക്കുന്നത്. അതാണ് അവിടെ എടുത്തിട്ടിരിക്കുന്നത് കേട്ടോ. ബേസ് ഈ പ്രോബ്ലത്തിൻ്റെ തുടക്കത്തിലാണ് തന്നിരിക്കുന്നത്. പ്രോഫിറ്റ് 1 lakh. ഇനി അപ്പോൾ അതാണ് ഇങ്ങോട്ട് എഴുതിയിരിക്കുന്നത്. പ്രോഫിറ്റ് ഡ്യൂറിങ് ദ ഇയർ 2018-2019 എത്രയാണ്? 1 lakh ആണ്. ഇനി അങ്ങനെയാണെങ്കിൽ സെയിൽസ് 8 lakh ആണ് എങ്കിൽ ഇഫ് ദ സെയിൽസ് ഈസ് rupees 8 lakh പ്രോഫിറ്റ് ഈക്വൽ ടു എത്രയാണ്? 1 lakh.
അതായത് 2018-19 എത്രയായിരുന്നു സെയിൽസ് 8 ലക്ഷം എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ കാലയളവിൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 1 lakh. അങ്ങനെയാണെങ്കിൽ 1 രൂപയുടെ സെയിൽസ് ആണ് നടക്കുന്നതെങ്കിൽ പ്രോഫിറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെയാണ്? 1 lakh ഡിവൈഡഡ് ബൈ 8 lakh ഇൻറ്റു 1. ഇനി അങ്ങനെയാണെങ്കിൽ if the sales is rupees 1,50,000, the profit, അങ്ങനെയാണെങ്കിൽ 1,50,000 രൂപ സെയിൽസ് നടക്കുമ്പോഴത്തെ പ്രോഫിറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 1 lakh ഡിവൈഡഡ് ബൈ 8 lakh ഇൻറ്റു 1,50,000. ഇത് മനസ്സിലായോ? ഞാനൊരു ചെറിയ സംഖ്യ ഇട്ടൊന്ന് ചെയ്ത് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നോക്കിക്കേ, ഇതാണ് ഒരു സെയിൽസും പ്രോഫിറ്റും. അതായത് 10 രൂപയുടെ സെയിൽ നടക്കുമ്പോൾ 1 രൂപയാണ് പ്രോഫിറ്റ് കിട്ടുന്നതെന്ന് വിചാരിക്കാം. 10 രൂപയുടെ സെയിൽ നടക്കുമ്പോൾ കിട്ടുന്നത് 1 രൂപയാണ് പ്രോഫിറ്റ്. ഇനി അങ്ങനെയാണെങ്കിൽ 1 രൂപയുടെ സെയിൽ നടക്കുമ്പോൾ എത്ര രൂപ പ്രോഫിറ്റ് കിട്ടിയെന്ന് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 1/10 ഇൻറ്റു 1 അല്ലേ? അപ്പോൾ എത്രയാണ്? 1/10, അതായത് 0.1 രൂപയാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ 15 രൂപ സെയിൽ നടക്കുമ്പോൾ പ്രോഫിറ്റ് എത്രയായിരിക്കും? 1/10 ഇൻറ്റു 15 എത്രയാണ്? 1.5. 1 രൂപ 50 പൈസ ആയിരിക്കും നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇനി 20 രൂപയാണ് സെയിൽസ് എങ്കിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 1/10 ഇൻറ്റു 20. അപ്പോൾ എത്രയാണ്? 2 രൂപയല്ലേ? അപ്പോൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 2 രൂപ. അതായത് 10 രൂപയുടെ സാധനം വിറ്റപ്പോൾ 1 രൂപ പ്രോഫിറ്റ്, 20 രൂപയുടെ സാധനം വിറ്റപ്പോൾ 2 രൂപ, അപ്പോൾ 40 രൂപയുടെ ആണെങ്കിൽ അപ്പോൾ അങ്ങനെ നമുക്കിത് എത്ര രൂപയുടെ വേണേലും കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ ഇതൊരു ചെറുത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായല്ലോ? അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അതായത് ഒരു സെയിൽസ് 8 ലക്ഷം രൂപ സെയിലായിരുന്നപ്പോഴുള്ള പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 1 രൂപയാണ് സെയിലെങ്കിൽ പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ സെയിൽസ് എത്രയാണ്? 1,50,000 ആണ് അല്ലേ? 1,50,000 രൂപ സെയിലുള്ളപ്പോഴത്തെ പ്രോഫിറ്റാണ് നമ്മളോട് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എത്രയാണ്? 1 lakh ഡിവൈഡഡ് ബൈ 8 lakh ഇൻറ്റു 1,50,000. അപ്പോൾ എത്ര കിട്ടും? 18,750 എന്ന് വരും. അപ്പോൾ ഇതാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതായത് 1,50,000 രൂപയുടെ സെയിൽസ് നടക്കുമ്പോൾ കൈവശം കിട്ടുന്ന പ്രോഫിറ്റ് 18,750 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് വിപുലിൻ്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ്, ഇത് മുഴുവനും വിപുലിന് കൊടുക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ വിപുലിൻ്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? 18,750 ഇൻറ്റു 4/10. ഇതിൻ്റെ 4/10 പോർഷനാണ് ആർക്ക് അവകാശപ്പെട്ടത്? വിപുലിന് അവകാശപ്പെട്ടത്. അപ്പോൾ അതെന്ന് പറയുന്നത് എത്രയാണ്? 7,500 ആണ്. അപ്പോൾ 7,500 ആണ് ഈ ഒരു സെയിൽസിൻ്റെ ബേസിൽ ടേൺ ഓവറിൻ്റെ ബേസിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 7,500. പിന്നെ എൻട്രി സാധാരണ പോലെ എങ്ങനെയാണ്? P&L സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ 7,500 ടു വിബിൾസ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ ഈ എമൗണ്ട് അയാളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നതായിട്ട് വരണ്ടേ. അപ്പോൾ വിബിൾസ് ക്യാപിറ്റൽ അക്കൗണ്ട് 7,500. ഇനി അതിൻ്റെ എൻട്രികൾ തന്നിരിക്കുന്നത് ഇവിടെയാണ് കേട്ടോ. നോക്കിക്കോ, കോമൺ ആയിട്ടുള്ള എൻട്രി ഫോർ ബീങ് റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ഷെയർ ഓഫ് പ്രോഫിറ്റ് ഫോർ ദ ഇന്റർവീനിങ് പീരിയഡ് ടു ബുക്സ് ഓഫ് അക്കൗണ്ട് ദ ഫോളോയിങ് ജേർണൽ എൻട്രി ഈസ് റെക്കോർഡഡ്. ഇങ്ങനെയാണ് P&L സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. P&L സസ്പെൻസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുകയും റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുക. ഷെയർ ഓഫ് പ്രോഫിറ്റ് ഫോർ ഇന്റർവീനിങ് പീരിയഡ്. ഇനി ലേറ്റർ profit and loss suspense account is closed by transferring the amount to the gaining partner's capital account in the gaining ratio. ഇനി ആ P&L സസ്പെൻസ് അക്കൗണ്ട് എങ്ങനെ ക്ലോസ് ചെയ്യുന്നത്? ആ എമൗണ്ടിനെ ഗെയിനിങ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ഗെയിനിങ് റേഷ്യോയിൽ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടാണ്. അതിൻ്റെ ജേർണൽ എൻട്രി എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഗെയിനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട്. അപ്പോൾ ആദ്യം സസ്പെൻസ് അക്കൗണ്ടിന് ഇത് ഇവിടെ ഡെബിറ്റ് ആയിരുന്നു, അപ്പോൾ ഇവിടെ ക്രെഡിറ്റ് വന്നു. സസ്പെൻസ് അക്കൗണ്ട് എന്തായിപ്പോയി? ക്യാൻസലായി പോയി. ഇനി ഇത് ഒന്നുമല്ലാതെ നമുക്ക് ഇങ്ങനെ ഒരു ഒറ്റ എൻട്രിയിൽ വേണമെങ്കിൽ 2 എൻട്രിക്ക് പകരം ഈ ഒരു എൻട്രിയിൽ നമുക്ക് ചെയ്യാം. ഓൾട്ടർനേറ്റ്ലി ദ ഫോളോയിങ് ജേർണൽ എൻട്രി ക്യാൻ ഓൾസോ ബി പാസ്ഡ് ഇൻ പ്ലേസ് ഓഫ് 1 and 2. ഇപ്പോൾ ഈ പറഞ്ഞ 2 എൻട്രിക്ക് പകരം ഈ ഒരൊറ്റ എൻട്രി നമ്മൾ പോസ്റ്റ് ചെയ്താൽ മതി. അതായത് ഗെയിനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓഫ് റിട്ടയറിംഗ് പാർട്ട്ണർ ക്രെഡിറ്റ്, അതായത് റിട്ടയർ ചെയ്ത് പോകുന്ന ആളുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് അയാളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് റിട്ടയറിംഗ് പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എന്ത് വരണം? ക്രെഡിറ്റ്. ഇനി ഗെയിനിങ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് വരണം? ഡെബിറ്റ് വരണം അല്ലേ. അപ്പോൾ ഈ ഒരു എൻട്രി എഴുതിയാൽ മതി നമുക്കിത് പോസ്റ്റ് ചെയ്യാനായിട്ട് 2 എണ്ണത്തിന് പകരം. ഇങ്ങനെയാണ്
ഇത് കണ്ടുപിടിക്കുന്നത്. അതായത് പാർട്ണർ മിഡിൽ ഓഫ് ദ ഇയറിൽ, അതായത് അക്കൗണ്ടിങ് ഇയറിൻ്റെ എൻഡിലല്ലാതെ അതിന് ശേഷമാണ്, ഇടയ്ക്കാണ് റിട്ടയർ ആവുന്നതെങ്കിലുള്ള അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റാണ് ഈ പാഠഭാഗത്ത് വിവരിച്ചത്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. ഓക്കെ, താങ്ക് യു.